വെൽക്കം. ഈ കുട്ടി വ്ളോഗിൽ ഞാനിന്ന് വെറുതെ മിസിസിപ്പിയുടെ കരയിൽ വന്നിരിക്കുക. രാവിലെ ഉണ്ടെങ്കിൽ വന്നു. ഇതാ ഈ കാണുന്നത് ഒരു അമ്മയും അച്ഛനും കുട്ടികളുമാണ്. എന്നെ നിരീക്ഷിക്കുകയാണോ എന്നൊരു ഡൗട്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ തുഴഞ്ഞു പോയി. പക്ഷെ എനിക്കപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അമ്മ, കുട്ടികൾ, പിന്നെ അച്ഛൻ. നല്ലൊരു കാഴ്ചയായിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ഒരു വലിയ ഗ്രൂപ്പ് നടക്കാൻ തുടങ്ങി. നടന്ന് ഒരു സ്ഥലം മാറി, അപ്പുറത്തെ സ്ഥലം മാറി ഇപ്പുറത്തെ സ്ഥലത്തെത്തി. ഇനി അവിടെ കുറച്ച് റെസ്റ്റും കാര്യങ്ങളാന്ന് തോന്നുന്നു. ഉള്ള സ്ഥലമൊക്കെ വൃത്തികേടാക്കുക, അതിൽ ഡൗട്ടേ ഇല്ല. അവരുടെ കാഷ്ടമൊക്കെയാണ് പലയിടത്തും. ഒരാൾ കിടക്കുന്ന കണ്ടോ? ഒരാൾ എൻ്റെ അടുത്തോട്ട് വരണുണ്ട്. ഉപദ്രവിക്കില്ല എന്ന് വിചാരിക്കുന്നു. ഉപദ്രവിക്കില്ല കേട്ടോ, ഞാൻ ഫ്രണ്ടാണ് കേട്ടോ. ബൈ. ഓരോ പൊട്ടും പൊടിയൊക്കെ കഴിക്കുകയാണ് പറയുന്നത്. എന്താ കഴിക്കാൻ കിട്ടണ മനസ്സിലാവില്ല. അതും ഈ റോഡിൽ നിന്ന് മന്ദം നടക്കുന്നു. ഇവർ ഗ്രൂപ്പായിട്ട് മൈഗ്രേറ്റ് ചെയ്യും ചൂടുള്ള സ്ഥലങ്ങളിലേക്ക്. ഇവിടുത്തെ വിൻ്റർ ആകുമ്പോൾ, ഇവിടുത്തെ ചൂട് വരുമ്പോൾ ഇങ്ങോട്ട് വരും. ഈ ഭാഗത്താണെങ്കിൽ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട്, കുഞ്ഞുങ്ങളുള്ള ഗ്രൂപ്പൊക്കെ ഉണ്ട്. അവിടെ ദൂരെ കാണാമോ കുഞ്ഞുങ്ങളുടെ ഒരു ഗ്രൂപ്പാണ് തുഴയണത്. അപ്പോഴത്തേക്കും ഒരു ക്രൂസ് വന്നു. ഇവരെല്ലാം ഉറക്കത്തില്ല, ഇവർക്കൊന്നും വലിയ താല്പര്യം. ഞാൻ വന്നതുകൊണ്ട് മാത്രം എണിച്ചു. പ്രശ്നക്കാരാണോ? ഈ റിവർ ഡ്രൈവിൽ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ഭാഗമാണിത്. ആഹാ, ഓ എന്താ രസമുണ്ട്. ആഴ്സണൽ, ഇവിടുത്തെ ആഴ്സണലിൽ നിന്നുള്ള മ്യൂസിക്കാണ്. എന്നും രാവിലെയും വൈകിട്ടും കേൾക്കാം. എനിക്കറിയില്ലായിരുന്നു അതിപ്പോഴാണെന്നുള്ള. ജസ്റ്റ് എ പ്യുവർ കോയിൻസിഡൻസ്. ഇപ്പോൾ എന്താ കുറച്ച് പേര് ജോഗ് ചെയ്യാൻ പറ്റും. ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു തിസിൽപ്പൂ കാണുന്നത്. ഇത് ഭംഗിയ. ആളൊരു വില്ലനാണ്, പക്ഷെ കണ്ടോ ഒരു വലിയ ചെടിയാണ്. തിസിൽ ബ്യൂട്ടിഫുൾ. നല്ല ഭംഗിയ. പക്ഷെ ഇതിൻ്റെ മുകളിൽ നല്ല വേദന, എനിക്ക് നല്ല വേദനിക്കുന്നുണ്ട്. ഇതൊരു അസാധ്യം വെള്ളാന്നറിയാം. നല്ല ടാളും ഇനിയുണ്ട്. അങ്ങനെ ചെറിയൊരു നടത്തം. ഒരു 20-25 മിനിറ്റ് നടന്നിട്ടുണ്ടാവുള്ളൂ. അപ്പോഴത്തേക്ക് ഇവിടെ ചൂട് കൂടി, നാട്ടിലെ പോലെ വേർക്കാൻ തുടങ്ങി. അപ്പോൾ തിരിച്ചു പോവാം എന്ന് ഡിസൈഡ് ചെയ്തു. ഇത്തിരി നേരം ഇവിടെ ഇരുന്ന് ഈ മിസിസിപ്പി റിവറും കണ്ട്, ഇപ്പോഴും ആ ഗീസെല്ലാം അവിടെ കിടക്കുകയായിരിക്കും, നടക്കുകയായിരിക്കും. അവരെ ഒന്ന് കണ്ട് ബായ് പറഞ്ഞിട്ട് പോവാം. ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോഴാണ് കാണുന്നത്. ഇങ്ങനെ ഇവിടെ എത്തിയപ്പോൾ സ്കിപ്പർ കണ്ടു. ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ സ്കൾപ്ചർ ഉണ്ടായിരുന്നു. ഒരു കുട്ടി ഇങ്ങനെ കല്ലെറിയുന്ന പോലെ. എൻ്റെ മുമ്പത്തെ ഒരു വീഡിയോയിലുണ്ട് അത്. ആ സ്കൾപ്ചറേ കാണാനില്ല. അയ്യോ, എനിക്ക് വലിയ ഷോക്കായിപ്പോൾ. എന്തൊരു നല്ല ഭംഗിയായിരുന്നു എന്നറിയോ അത്. എന്താ പറ്റിയെന്ന് ഒരു ഐഡിയ ഇല്ല. കഷ്ടം. അതിവിടുത്തെ ഒരു നല്ലൊരു എന്താ പറയുക, ഒരു ലാൻഡ്മാർക്ക് തന്നെയായിരുന്നു. ബ്യൂട്ടിഫുള്ളായിരുന്നു. ആരെങ്കിലും എടുത്തുകൊണ്ട് പോയതാണെങ്കിൽ വളരെ കഷ്ടം. തിരിച്ചു വരുമായിരിക്കും, തിരിച്ചു കൊണ്ടുവരുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയാണല്ലോ എല്ലാം.
അവിടെ ദൂരെ ഒരു അപ്പൂപ്പൻ ഫിഷിംഗ് റാഡുമായിട്ട് ഇരിപ്പുണ്ട്, ഫുൾ സെറ്റപ്പായിട്ട് ഒറ്റയ്ക്ക് എൻജോയ് ചെയ്യുന്നു. ഈ ഊഞ്ഞാലൊന്നിരുന്ന് ആസ്വദിച്ചിട്ട് പോവാം. ഉണ്ടായിരുന്ന ഗീസെല്ലാം പോയി പല പല സ്ഥലത്തേക്ക്. ഇനി ഇതുപോലെ നല്ല വെതറുള്ളൊരു ദിവസം വരാം. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.